മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 107 സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരത്തിനിറങ്ങുമ്പോൾ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുതിത്തോൽപ്പിച്ച റീജയും വീൽചെയറിൽ മത്സരത്തിനിറങ്ങിയിരിക്കുകയാണ്. മുക്കം നഗരസഭയിലെ കയ്യേരിക്കൽ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായാണ് റീജ തെക്കേപ്പോയിൽ മത്സരിക്കുന്നത്. ഞാനിവിടുത്തെ സ്ഥാനാർത്ഥിയാണ് അറിയണം. എല്ലാ സഹകരണവും വേണം, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഭിന്നശേഷിക്കാർക്ക് പല മേഖലകളിലും സംവരണമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ സംവരണം എവിടെയും കേട്ടിട്ടില്ല. അധ്വാനിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനുമൊക്കെ തങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്നുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് റീജ മത്സരത്തിനിറങ്ങിയത്. എല്ലാ രംഗത്തും ശോഭിക്കാൻ പറ്റുന്ന ആളുകളാണ് ഭിന്നശേഷിക്കാർ. അപ്പോൾ ഈ ഇലക്ഷന്റെ അല്ലെങ്കിൽ ഒരു ഭരണത്തിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടാവും. തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യങ്ങൾ, അതാണ് മെയിനായിട്ടുള്ളത്. റാമ്പ് സൗകര്യങ്ങൾ, എവിടെയും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭിന്നശേഷിക്കാരായ ആളുകളാവുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കും. 10ാം വയസ്സിൽ പിടിപെട്ട പോളിയോ രോഗമാണ് റീജയുടെ ചലനശേഷി ഇല്ലാതാക്കിയത്. 5ാം ക്ലാസ്സിൽ പഠനവും നിർത്തേണ്ടി വന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി ഏറെ നാളത്തെ ചികിത്സ. കൈകളുടെ ചലനശേഷി തിരിച്ചു കിട്ടിയെങ്കിലും കാലുകൾ ഇപ്പോഴും നിശ്ചലമാണ്. അതിനിടെ അച്ഛനെയും നഷ്ടമായി. പക്ഷാഘാതം വന്നതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. മണാശ്ശേരിയിൽ തയ്യൽ കട നടത്തിയാണ് റീജ കുടുംബം പുലർത്തുന്നത്. കൈകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് വസ്ത്രങ്ങൾ തയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ദൂരസ്ഥലത്തേക്കും മറ്റും പോകുമ്പോൾ സുഹൃത്തുക്കളുടെ കാറിലും മറ്റും ചെന്നാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.